ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. 9 ഓഫ് സോർട്സ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. കുറേ ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അത് എല്ലാവരുടെയും ആയിരിക്കില്ല, പക്ഷേ കുറച്ചധികം ആൾക്കാർക്കും ഈ ഒരു വിഷമത്തിൻ്റെ എനർജി ആണെന്നാണ് കാണുന്നത്. എന്തോ ഒരു കാര്യം എൻ്റെ ആയിപ്പോയതിൻ്റെ എനർജി ആയിരിക്കണം. അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറം ആയിരിക്കും. നിങ്ങൾ എത്ര നിയന്ത്രിച്ചിട്ടും ആ ഒരു കാര്യം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അത് എൻ്റെ ആയി പോയി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ഒരു സ്വപ്നമാണോ കണ്ടതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സ്വപ്നത്തിൻ്റെ എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. 4 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്സിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിമാറി വേറൊരു സ്ഥലത്തേക്ക് ഓൾറെഡി പോകുന്നുണ്ട്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ആൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. വളരെ കാമായിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ശരിക്കും വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ മനഃപൂർവ്വം അതൊന്ന് മാറിപ്പോകണം എന്നാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കാതിരിക്കുക. 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷവും വിക്ടറിയൊക്കെ ഉള്ള ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള എനർജി ആയിരിക്കില്ല ഈ ഒരു 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി. നിങ്ങൾ അഥവാ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയമാണ് അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാനാണ് ഇന്നത്തെ ദിവസം ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു പെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെയിന് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു വിജയം തന്നെയാണ്. നിങ്ങൾ എത്രമാത്രം ഇപ്പോൾ വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാതിരിക്കുക. നിങ്ങളൊന്ന് ചേഞ്ച് ആകണം എന്നാണ് ഈ ഒരു 4 ഓഫ് സോർഡ്സ് പറയുന്നത്. നിങ്ങൾ ആ ഒരു വലിയ വിഷമത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം വിക്ടറിയാണ്. മറ്റുള്ളവരെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് കുറേ ആൾക്കാർക്ക് ഇന്ന് ഒരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പം പാസ്റ്റിൽ ഈ ഒരു 9 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാസ്റ്റിലെ എനർജി ആയിരിക്കാം. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന, നിങ്ങളെ ചവിട്ടി താഴ്ത്തിയിരുന്ന അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ളൊരു അവസരം ഇന്ന് ദൈവം തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇന്ന് ഈ ഒരു വിഷമത്തിലിരിക്കാത്ത ആൾക്കാർക്ക് പാസ്റ്റിൽ നിങ്ങൾ ആ ഒരു വിഷമത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ എത്രമാത്രമാണോ വിഷമിച്ചത് അതിനുള്ള ഒരു ഫലം ദൈവം തരുന്നു എന്നുള്ളതാണ്.
സെവൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. ഇപ്പം മറ്റുള്ളവരാര് ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്യാൻ തോന്നും എന്നുള്ളതാണ്. ഇപ്പം റിസ്ക് എടുക്കാതെ ആരും തന്നെ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാകണം. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിക്കാൻ പറ്റും. അത് എത്ര റിസ്ക് ആണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ച് വേണം ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ. പക്ഷേ നിങ്ങൾ അയ്യോ ഇത് പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്കിത് പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത് ചെയ്തോളാനാണ് ഈ സെവൻ ഓഫ് വാൺസിന്റെ എനർജി പറയുന്നത്. കാരണം എല്ലാവരും നിങ്ങളെ ചിലപ്പം വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ച് നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് ഇന്നത്തെ കാര്യം തീരുമാനിക്കാനാണ് ഡിവൈൻ ഇന്നത്തെ ദിവസം പറയുന്നത്. ഫോർ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഫോർ ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു ആഘോഷത്തിന്റെ എനർജിയാണ്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം വരുന്നു എന്നുള്ളതാണ്. അതൊരു വിവാഹമോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും കൂടെ ആഘോഷിക്കാനുള്ള ഒരു എനർജിയോ അങ്ങനത്തെ ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു വിവാഹമൊക്കെ ഉറപ്പിക്കുന്ന ഇതിന്റെ സന്തോഷത്തിലും ആയിരിക്കാം. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ പുതിയ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതൊരു ബിസിനസ് ആയിരിക്കാം, കുറേ ആൾക്കാർക്കും ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരു ബിസിനസ് ചെയ്ത ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു ട്രാവലാണ്, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ടെൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ല ദിവസമാണ്, നല്ല ബിസിനസ് കിട്ടും ഇന്നത്തെ ദിവസം. പിന്നെ ഈ ഒരു ബിസിനസ് ഒരു പാർട്ട്നേഴ്സുമായി ചേർന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ ആലോചിക്കുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു വീടായിരിക്കാം, വീടിന്റെ ഒരു എനർജി കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് ഒരു ഫംഗ്ഷന് പങ്കെടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ചെയ്യുമെന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു എനർജിയാണ്. നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം പറ്റും എന്നുള്ളതാണ്. പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ ആൾക്കാർക്കും അത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പേജ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. പുതിയൊരു കാര്യം ഒന്നുകിൽ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എനർജി. കുറേ ആൾക്കാർക്കും ചെറിയ എന്തെങ്കിലും ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കാം. കുറേ ആൾക്കാർക്കും അങ്ങനെ കാണുന്നുണ്ട്. പുതിയ കാര്യം പഠിക്കാൻ പോകുന്നു. ഇപ്പോൾ അഥവാ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ന്യൂ ബിഗിനിങ് ആണ്. ടെൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഫിനിഷ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പം
കാത്തിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ഒരു സമയമാകട്ടെ എന്ന് കാത്തിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് നിങ്ങളത് പുറത്തു പോകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അപ്പോൾ കുറേ കാലം കൊണ്ട് കാത്തിരുന്നൊരു കാര്യം ഇന്ന് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഓഫീസിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്കായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്റ്റോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. ഇന്നത്തെ ദിവസം ഫിനിഷായി നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരു നഷ്ടത്തിന്റെ എനർജി ഉണ്ട് ഇതിനകത്ത് കുറച്ച് ആൾക്കാർക്ക്. ഇതിൽ ഒന്നുകിൽ ഒരു പാസ്റ്റ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ ആൾക്കാർക്ക് നിങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതിലൊരു നഷ്ടപ്പെടലിന്റെ എനർജി ഉണ്ട് ഇതിനകത്ത്, വിട്ടുപോകലിന്റെ എനർജി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളോ പൈസയോ ഒക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഹെർമിറ്റ് എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു എന്നാണ് കാണുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഒന്ന് വെറുതെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഇന്ന് ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാൻ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യാൻ വേണ്ടി, മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി, അമ്പലങ്ങളിലോ അവിടെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പിരിച്വലി നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് കിട്ടുന്നു, നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഡയറക്റ്റായിട്ട് ഈ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നു, കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും ഒക്കെ നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നതായിരിക്കും. എപ്പോഴും പരാതി പറയുന്ന ആൾക്കാർക്ക്, ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ചിന്തകൾ വരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അവർക്ക് ഇന്നത്തെ ദിവസം കോൺസെൻട്രേഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കും ഗൈഡൻസ് കിട്ടുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്കും ആ ഗൈഡൻസ് കൊടുക്കേണ്ടതാകുന്നു എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ചില ഉൾവിളികൾ എന്ന് പറയൂലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ഇൻഡ്യൂഷൻ കറക്റ്റ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതും ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തതും എന്തിനാണ് എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു സ്പിരിച്വൽ ടീച്ചറാണ് എന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പഠിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് അറിവുകൾ ഇനിയും സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അതിനൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. 10 ഓഫ് സോർട്സിന്റെ എനർജി ആണ് വന്നിട്ടുള്ളത്. ഇതിൽ 9 ഓഫ് സോർട്സും 10 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, നിങ്ങളെ മാക്സിമം ഉപദ്രവിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഇത്രയും കാലം പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്ന, നിങ്ങളെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം മാക്സിമം ഉപദ്രവിച്ചിട്ട് വിട്ടുപോകുന്ന എനർജിയാണ്. അപ്പോൾ കുറച്ചൊന്നും അല്ലായിരിക്കും, കുറേ കാലം കൊണ്ട് നിങ്ങളിത് അനുഭവിക്കാൻ തുടങ്ങിയതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ തന്നെ ഇത് എൻ്റെ ആക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അതിൽ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു കാർമികമായിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അതിന്ന് നിങ്ങൾ മാറിയിട്ട് നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമേ ഇതിന്ന് മാറാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് മറ്റാർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ മാറണം. അപ്പോൾ നമ്മൾ എത്ര ഗൈഡൻസ് എടുത്താലും നമ്മൾ തന്നെ മാറിയാലേ പറ്റും. ആക്ഷൻ എടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മാക്സിമം ആ ഒരു കാര്യം നിങ്ങൾ അനുഭവിച്ചതിന് ശേഷം മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പുറത്തുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ശക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന എനർജി ഉണ്ട്. കാരണം ഇതിനകത്തൊരു ഹൈ പ്രീസ്റ്റസും ഹെർമിറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്ത് അത് മാറ്റിയ പോലെയാണ് ഇതിനകത്ത് കാണുന്നത്.
4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് വരുന്ന ഒരു അനുഗ്രഹത്തെ നിങ്ങൾ കാണാതിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കുറെ ആൾക്കാരും ആ ഒരു 9 ഓഫ് സോഴ്സിന്റെ എനർജിയിലാണ്. പേടിയാണ്, ഭയമാണ്, നിരാശയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തരുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ നിന്നും മാറിയിരിക്കണം എന്നുള്ളതാണ് ഇന്ന് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏസ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഉള്ളിലുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ എന്ന് പറയുന്നത് മറ്റാർക്കും പ്രിയപ്പെട്ടതല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് മൂല്യം കൊടുക്കാതെ, ഇത് കണ്ടില്ലോ, ഇതിലൊരു പേളാണുള്ളത്. ഇതിന് ഈ ഒരു അത്രയും പ്രഷ്യസാണ് നമ്മളെന്നുള്ളതാണ്. അത് നമുക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന ലോകത്ത് ആരും തന്നെ നമ്മൾ മൈൻഡ് ചെയ്യൂല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളുടെ മൂല്യമൊക്കെ ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും നമുക്കത് തരില്ല. നമ്മൾ കണ്ടെത്താത്ത ഒരു മുത്തിനെ മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് കണ്ടെത്താൻ പറ്റുന്നത്? അപ്പം ആദ്യം കണ്ടെത്തുന്നത് നമ്മളായിരിക്കണം. അതിൻ്റെ വില മനസ്സിലാക്കുന്നതും നമ്മളായിരിക്കണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം കുറച്ച് ബിസി ഡേ ആയിരിക്കും എന്നുള്ളതാണ്. കുറെ ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഓഫീസിലായാലും നിങ്ങളുടെ വീട്ടിലായാലും കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ലേസി ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുമ്പം ഒരു മടിയൊക്കെ പിടിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കമാണ്. പൈസയ്ക്ക് നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ, അത് പൈസയുമായി ബന്ധപ്പെട്ട പുതിയ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നോക്കാം. 5 ഓഫ് വാണ്ട്സിന്റെ എനർജി. അപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് മത്സരിക്കുന്ന കുറെ ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, വീട്ടിലായിരിക്കാം, സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കാം. കുറെ ശത്രുക്കളുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിരുന്ന് അനുകരിക്കുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങളിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നോക്കിയിരുന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് കോപ്പി ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളോട് മത്സരിക്കുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സംതിങ് സ്പെഷ്യൽ ആവുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെങ്ങനെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് കോപ്പി അടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാളും ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള ആളാണ്, അത്രയും മൂല്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 2 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇതില് വ്യക്തമായ ചില കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന ചില കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു കാര്യം എന്താണ് മുന്നിലുള്ളതെന്ന് വ്യക്തമാകുന്നുണ്ട് ഈ ഒരു സമയം. ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കൃത്യമായുള്ളൊരു വിഷൻ ഉണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ അതില്ലായിരുന്നെങ്കിൽ ഇപ്പം അത് ഉണ്ട് എന്നാണ് കാണുന്നത്. സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം സമയം അനുകൂലമാണെന്ന് തന്നെ പറയാം. ഈ നേരത്തെ അനുകൂലമല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനകളിലൂടെയൊക്കെ ആയിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ സമയം അനുകൂലമാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട് എന്നാണ് ഈ കർമ്മദോഷങ്ങളൊക്കെ തീരുന്നതെന്ന്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫിൽ കുറേയധികം കർമ്മങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ. അപ്പോൾ നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ട്. അപ്പോൾ ആ ജന്മങ്ങളിൽ ഇപ്പോൾ നമ്മൾ പുല്ലായും പുഴുവായും ഒക്കെ പിന്നെ മനുഷ്യനായും ഒക്കെ ഒരുപാട് ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. മനുഷ്യജന്മം തന്നെ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് 100,000 ജന്മങ്ങൾ നമുക്ക് മനുഷ്യനായിട്ട് ജനിച്ച് ആ ജന്മങ്ങളിലുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ഓരോ ജന്മങ്ങളിലും കർമ്മങ്ങൾ ചെയ്ത് ഒന്നുകിൽ കർമ്മഭാരം കൂട്ടും. ഇതൊക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ അത് അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് മാറുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തിരുനേത്രം എന്ന് പറയുന്ന ഒരു ചാനലിൽ ഞാനത് സ്റ്റാറ്റസ് ഇട്ടേക്കാം, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ആ ചാനലിൽ തുരിയം എന്ന് പറയുന്ന ബുക്ക് എഴുതിയ സാറ് ദേവരാജ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനത് കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്
ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ആ സംശയം മാറുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ആ പുസ്തകം വായിക്കുന്നത് നല്ലതായിരിക്കും. ഇത് നല്ലതായത് കൊണ്ടാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നിങ്ങളത് കാരണം കുറേ ആൾക്കാർ എന്നോട് സംശയം ചോദിക്കാറുണ്ട്. ഈ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള അറിവൊന്നും എനിക്കില്ല കേട്ടാ. അത് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെപ്പോലെ ഒരാൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാനിത് റീഡ് ചെയ്യാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ടാരോ റീഡിങ് ചെയ്യാൻ എനിക്കറിയാം, പക്ഷെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതിന് അറിവുള്ളവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചാനൽ കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടായിരിക്കും അതിനകത്ത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് ഏത് ചാനലിൽ നിന്ന് കണ്ടാലും നിങ്ങളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നോക്കുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു കമൻറ്റും കൂടി ചെയ്യുക. അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം നിങ്ങൾ അതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതിന് പകരം അങ്ങോട്ടൊരു കാര്യം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു കർമ്മയാണ്. നമ്മൾ ഇങ്ങോട്ട് വാങ്ങാൻ മാത്രം നിൽക്കാതിരിക്കുക, കർമ്മങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കാതെ. അത് ഒരാളുമായിട്ടും കാർമികമായിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാതിരിക്കുക. നമ്മൾ വെറുതെ എല്ലാവരെയും നിന്നും ഇങ്ങോട്ട് മാത്രം വാങ്ങി വെക്കും. നമ്മൾ തിരിച്ചു കൊടുക്കാതിരുന്നാൽ ഈ കർമ്മത്തിന്റെ കണക്കുകൾ ഇങ്ങനെ ആ ബാഗേജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. അത് ഏത് ചാനലിൽ നിന്ന് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്കതിൻ്റെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈഡൻസ് അത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അത് എൻ്റെ ചാനലായാലും ശരി, മറ്റ് ഈ നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്ന ഏത് ചാനലായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതൊരു എനർജി എക്സ്ചേഞ്ചാണ്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ പറയുന്നത് നല്ലതായിരിക്കും കേട്ടോ, എവിടെയായാലും. അപ്പോൾ ഇതിൽ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ സന്തോഷം, നിങ്ങളുടെ ലൈഫിലൊരു വെളിച്ചം വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 9 ഓഫ് സോഡ്സിൽ നിന്ന് 9 ഓഫ് കപ്പിലായി. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഏറ്റവും സന്തോഷിക്കാനുള്ളൊരു സമയം ഇന്ന് തന്നെ കിട്ടുമെന്നാണ്. രണ്ടും ഉണ്ടാവും. ഏറ്റവും വലിയ പ്രശ്നമൊക്കെ അതിൽ നിന്ന് ആ ഒരു സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവായി ഒരു 9 ഓഫ് കപ്പിൻ്റെ എനർജിയിലാണ്. വളരെ സന്തോഷമുള്ളൊരു എനർജിയാണ് ഇത്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് ഇത്. കണക്റ്റഡ് ആകുന്ന ആൾക്കാർക്ക് എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് ഹൈപ്പ് കൂടി ചെയ്യുക. പുതിയൊരു ഓപ്ഷനാണ് യൂട്യൂബിൻ്റെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.